നമസ്കാരം, ഫുക്രിയിലേക്ക് സ്വാഗതം. അങ്ങനെ കാർലോ ആഞ്ചലോട്ടി ബ്രസീൽ ആരാധകരെ വലിയ മുൾമുന്നിൽ നിർത്തിയതിന് ശേഷം ഇന്നലെ ടീമിനെ പ്രഖ്യാപിച്ചു. ആ ടീമിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നൊന്നും നമുക്ക് നോക്കാം. ഇപ്പോൾ തന്നെ വലിയ വിമർശനങ്ങൾ വരുന്നുണ്ട്. ജാവോ പെഡ്രോയെ പോലുള്ള വലിയ താരങ്ങളെ, മിടുക്കന്മാരെ ഒഴിവാക്കി നിർത്തി, അങ്ങനെയുള്ള ആരോപണങ്ങൾ വലിയ രീതിയിൽ വരുന്നുണ്ട്. തിയാഗോ സിൽവയെ പോലുള്ള ആളുകളെ, റിച്ചാർലിസനെ പോലുള്ള ആളുകളെ ഒന്നും പരിഗണിച്ചതുപോലുമില്ല ആഞ്ചലോട്ടി. അതിനെതിരെയൊക്കെ കടുത്ത വിമർശനം വരുന്നുണ്ട്. പെഡ്രോയെ ഒഴിവാക്കി, റിച്ചാർലിസനെ ഒഴിവാക്കി, തിയാഗോ സിൽവയെ ഒഴിവാക്കി, അങ്ങനെ വലിയ വിമർശനങ്ങൾ വരുന്നുണ്ട്. വിമർശനങ്ങൾ അങ്ങനെ ഒരു വഴിക്ക് നടക്കട്ടെ. പക്ഷേ ഇപ്പോൾ തിരഞ്ഞെടുത്തിട്ടുള്ള ഒരു ടീം പരിചയസമ്പത്തും യുവത്വവും കൃത്യമായ അളവിൽ വിളക്കി ചേർത്തിട്ടുള്ള ടീമാണെന്ന് പറയാതെ വയ്യ. അതൊരു വേൾഡ് ക്ലാസ് ടീം തന്നെയാണ്. കാർലോ ആഞ്ചലോട്ടി തിരഞ്ഞെടുത്തിട്ടുള്ള ഒരു വേൾഡ് ക്ലാസ് ടീമിനെ തന്നെയാണ്. അതിൽ നെയ്മർ മുന്നേറ്റ നിരയിലുണ്ട് എന്നത് വലിയ ആശ്വാസവും വലിയ സന്തോഷവുമാണ് യഥാർത്ഥത്തിൽ ബ്രസീൽ ആരാധകർക്ക് നൽകുന്നത്. നെയ്മർ എന്ന ബ്രാൻഡ്, അത് ഇന്നലെ ആഞ്ചലോട്ടി പ്രഖ്യാപിക്കുമ്പോൾ തന്നെ, ടീമിനെ പ്രഖ്യാപിക്കുമ്പോൾ തന്നെ പറഞ്ഞു എന്തുകൊണ്ട് നെയ്മറിനെ ഉൾപ്പെടുത്തി. നെയ്മറിൻ്റെ അനുഭവ സമ്പത്ത്, പരിചയ സമ്പത്ത്, മറ്റൊന്ന് ടീമിലേക്ക് സ്നേഹം നിറയ്ക്കാൻ നെയ്മർക്ക് കഴിയും. അത് ടീമിനെ ആകെ ഒത്തിണക്കും. അത് വളരെ വലിയ പോയിൻ്റാണ്. അതിന് തീർച്ചയായിട്ടും വലിയ നിലയിൽ കഴിവുള്ള ഒരാളാണ് നെയ്മർ. നെയ്മറുടെ ആ സ്നേഹം, അത് നെയ്മറെ ഉൾപ്പെടുത്തുമോ എന്ന് സംശയിച്ച ഘട്ടത്തിലൊക്കെ എല്ലാവരും, മാർക്കിഞ്ഞോസും പിന്നെ റാഫിഞ്ഞോയും ഒക്കെ രംഗത്ത് വന്ന് പ്രകടിപ്പിച്ചിട്ടുള്ളതാണ് ടീമിൽ നെയ്മർ വേണം എന്നുള്ളത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ മുന്നേറ്റ നിരയിൽ വേൾഡ് ക്ലാസ്, അതായത് നെയ്മർ ഉണ്ട്, വിനീഷ്യസ് ഉണ്ട്, റാഫിഞ്ഞോ ഉണ്ട്. ഇത് പ്രധാനപ്പെട്ട ഇതായിട്ട് പിന്നെയും പ്രതിഭയുള്ള കളിക്കാർ മുന്നേറ്റ നിരയിലുണ്ട്. ഇനി മധ്യനിരയിലേക്ക് വന്ന കാസമിറോ ഉണ്ട്, ഗിമറോസ് ഉണ്ട്. അപ്പോൾ ഇവരെല്ലാം മിഡ്ഫീൽഡ് ജനറൽമാർ എന്ന നിലയിൽ മികച്ച മധ്യനിരയിൽ കളി ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന മികച്ച മധ്യനിരക്കാരുണ്ട്. ഇനി മാർക്കിഞ്ഞോസിൻ്റെ കീഴിൽ പ്രതിരോധവും ശക്തമാണ്, അത് പറയാതെ വയ്യ. പ്രതിരോധവും ശക്തമാണ് മാർക്കിഞ്ഞോസിൻ്റെ കീഴിൽ. അങ്ങനെ എല്ലാം കൊണ്ടും ഒത്തിണങ്ങിയ ബാലൻസ്ഡായ കോമ്പിനേഷൻ കറക്റ്റായിട്ടുള്ള ഒരു ടീമിനെ തന്നെയാണ് കാർലോ ആഞ്ചലോട്ടി തിരഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പോൾ ആഞ്ചലോട്ടിയുടെ ആ നിലയിലേക്ക്, ആ ഒരു അവസ്ഥയിലേക്ക്, കാർലോ ആഞ്ചലോട്ടി എന്താണ് ഉദ്ദേശിക്കുന്ന ആ അവസ്ഥയിലേക്ക് വരാൻ ബ്രസീൽ ടീമിന് കഴിയണം. 24 വർഷത്തിന് ശേഷം ലോകകപ്പ് അവർക്ക് നേടിക്കൊടുക്കാൻ, സ്നേഹം നിറയ്ക്കാൻ കഴിയുന്ന നെയ്മറുടെ കൂടെ ലോകകപ്പ് നേടാൻ, അങ്ങനെ ചരിത്രത്തിൽ ഇടം പിടിക്കാൻ ബ്രസീലിന് കഴിയട്ടെ.